അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നു എന്നതാണ് ഈ വിധി വ്യക്തമാക്കുന്നത്. ഇതുപോലുള്ള അപവാദങ്ങളാണ് പ്രതിപക്ഷം തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർത്തിയ ഒരാരോപണത്തിന് പോലും ആയുസ്സുണ്ടായിട്ടില്ല. ഒരു തെളിവുമില്ലാതെ, ഒരു തരത്തിലുള്ള വിശ്വാസ്യതയുമില്ലാതെ നിരന്തരമായി ആരോപണങ്ങൾ, അപവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് പൊളിഞ്ഞാൽ ഒട്ടും കൂസലില്ലാതെ അടുത്തതുമായിട്ട് ഇറങ്ങുക. ഈ ആരോപണങ്ങളെല്ലാം മാധ്യമങ്ങളിൽ ഇടം കിട്ടാൻ വേണ്ടി മാത്രം, മാധ്യമങ്ങളിൽ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. കോടതിയിൽ ഒന്നിനും നിലനിൽപ്പില്ല എന്നിപ്പോൾ വ്യക്തമായല്ലോ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പോൾ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും കാണിക്കുന്നത് ആശ്വാസം എന്നാണ്. പ്രതിപക്ഷം പൊളിഞ്ഞു എന്നല്ല എഴുതി കാണിക്കേണ്ടത്, പ്രതിപക്ഷത്തിൻ്റെ പരാജയം എന്നല്ല എഴുതി കാണിക്കേണ്ടത്. ഇതിലെന്ത് ആശ്വാസമായിരിക്കുന്നു? അപ്പോൾ പരാജയപ്പെട്ട പ്രതിപക്ഷത്തെ ആശ്വസിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ ആരോപണങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽപ്പില്ലാത്ത ചവറ്റുകൊട്ടയിൽ മാത്രം സ്ഥാനം കിട്ടാൻ പോകുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർ ഇത് അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല. പ്രതിപക്ഷം അപവാദ പ്രചരണത്തിൽ സ്ഥിരോത്സാഹികളാണ്. അതവരിനിയും തുടരും. ഗ്രാമപഞ്ചായത്തുകൾ സമീപ ദിവസങ്ങൾ അവതരിപ്പിച്ച ബജറ്റുകളിൽ ആശാവർക്കർമാർക്ക് സഹായം, അഡീഷണൽ ധനസഹായത്തിന് ചില ശുപാർശകൾ വന്നിട്ടുണ്ട്. അവരുടെ അത് വേറൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്. UDF-ഉം BJP-യും രാഷ്ട്രീയ തട്ടിപ്പ് നടത്തുക, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഇത് അപ്രായോഗികമാണെന്നുള്ളത് അറിയാത്തതുകൊണ്ടല്ല. ആശാ വർക്കർമാരെ കബളിപ്പിക്കാനുള്ള വേറൊരു നീക്കമാണ്. തൊഴിലാളികളാക്കണമെന്ന ആവശ്യം. ശരി, എന്തായാലും ആദ്യഘട്ടത്തിൽ മന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണം CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കുറെ ആരോപണങ്ങൾ കൊണ്ടുവന്നു, ആരോപണങ്ങൾ പൊളിഞ്ഞടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് മാധ്യമങ്ങളൊക്കെയും സർക്കാരിന് ആശ്വാസം എന്ന് കൊടുക്കുന്നു? പ്രതിപക്ഷം പൊളിച്ചടുക്കി അല്ലെങ്കിൽ പ്രതിപക്ഷം പൊളിച്ചടഞ്ഞു എന്നുള്ള രീതിയിലല്ലേ വാർത്ത കൊടുക്കേണ്ടതെന്നുൾപ്പെടെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഉന്നയിച്ചു കൊണ്ടുവന്നൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്, അത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കം. അങ്ങനെ പൂർണ്ണമായിട്ടും ആ തരത്തിലാണ് MP രാജേഷിന്റെ പ്രതികരണം ഈ വിഷയത്തിന്മേൽ ഉണ്ടാകുന്നത്. നേരത്തെ VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച UDF-ന് തിരിച്ചടിയല്ല ഇത്. SFIO അന്വേഷണം സമാന്തരമായി തന്നെ ഒരിടത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ SFI അന്വേഷണത്തിൽ എന്തായിരിക്കും നിരീക്ഷണം, വിധി കണ്ടെത്തൽ എന്നുള്ളതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിടത്തല്ലേ, ഒരു കേസല്ലേ, ഒരു ഹർജിയല്ലേ തള്ളിപ്പോയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ VD സതീശൻ നേരത്തെ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു SFIO അന്വേഷണം എത്ര നാൾ നീളുമെന്ന് അറിയില്ല, ലാവ്ലിൻ കേസൊക്കെ പോലെ തന്നെയായിരിക്കാം അതുമെന്നുള്ള ഒരു പ്രതികരണവും സതീശന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. രാഗിനിലേക്കാണ്. രാഗിൻ, നമ്മൾ ഇതിന്റെ നിയമവശം പറഞ്ഞു, ഇനി രാഷ്ട്രീയ വശം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം അത്രമേൽ രാഷ്ട്രീയ കേരളത്തെ, എനിക്ക് തോന്നുന്നു സ്വർണ്ണക്കടത്ത് കേസിന് ശേഷം അത്രമേൽ പിടിച്ചു കുലുക്കിയിട്ടുള്ള സംഭവമാണ് ഈ മാസപ്പടി എന്ന് കേൾക്കുന്നതിന് ആ സമയത്താണ് എന്താണ് ഈ മാസപ്പടി എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അതിന്മേലാണ് ഈ ഹർജി ഇപ്പോൾ തള്ളുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ കേസ് എന്ന രീതിയിൽ തന്നെ സ്വാഭാവികമായിട്ടും SFIO അന്വേഷണം നടക്കുന്നുണ്ട്. SFIO അന്വേഷണം നടന്ന് ഇനി എപ്പോൾ അത് എങ്ങനെ എന്തറിയാൻ സാധിക്കുമെന്നുള്ള ചോദ്യം അതങ്ങനെ തന്നെ നിൽക്കുന്നു. എത്ര കേസുകളിൽ, അഴിമതി കേസുകളിൽ നമുക്ക് അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിട്ടുണ്ട് രാജ്യത്ത് എന്നുള്ളതും അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതാ ജനങ്ങൾക്ക് മുൻപിൽ 2 കോടതികൾക്ക് മുൻപിൽ ഈ ഹർജി എത്തുന്നു. രണ്ടിടത്തും തെളിവില്ല, അന്വേഷണം നടത്തേണ്ടതില്ല എന്ന് പറയുകയാണ്. തിരിച്ചടിയും സർക്കാരിന് ആശ്വാസമല്ല, ഇത് സർക്കാരിന്റെ വിജയമാണ്, ശരിയാണ് കണ്ടെത്തുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രീയപരമായി നമ്മൾ ഇതിനെ വിലയിരുത്തിയാൽ, വിശദീകരിച്ചാൽ എങ്ങനെയാണ്? തീർച്ചയായും, അതായത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. പക്ഷേ അതേസമയം അതിനെ പ്രതിരോധിക്കുകയാണ് സർക്കാരും മറ്റുമൊക്കെ ചെയ്തിരുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, അതായത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് തങ്ങൾക്ക് തങ്ങളുടെ ഭാഗം പറയാൻ അവസരം കിട്ടിയിട്ടില്ല. മാത്രമല്ല, ആ റിപ്പോർട്ടിൽ ഈ ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു എക്സ്ട്രാക്ഷൻ മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല, ഇതിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അത് അനധികൃതമായിട്ട് ലഭിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ
എതിർകക്ഷികളെ കേട്ടിട്ടില്ല എന്ന കാര്യമാണ് ഇതിൽ പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഇത് ഈ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു IT സേവന കമ്പനിയാണ്, സേവനത്തിനാണ് പണം കൈമാറിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അത് അത്തരത്തിലല്ല, മാസപ്പടിയാണെന്ന ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നിയമപരമായിട്ടുള്ളൊരു പണമിടപാടല്ല എന്ന സൂചനയും നൽകിയിരുന്നു. മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നേരത്തെ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ഇതിൽ അഴിമതി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ SFIയുടെ അന്വേഷണം ആ നിലയ്ക്ക് പോകുമ്പോഴാണ് വിജിലൻസ് എൻക്വയറി ആവശ്യപ്പെട്ടുള്ള 2 പെറ്റീഷൻ വരികയും അതിൽ കീഴ്ക്കോടതിയിൽ നിന്ന് മാത്രമല്ല ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് കൂടി ഒരു തിരിച്ചടി നേരിടുന്ന നില ഉണ്ടാകുന്നത്. അതേസമയം സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന അത്തരം വാദഗതികളിൽ തങ്ങൾ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് സ്ഥാപിക്കാൻ സർക്കാരിന് ഈ വാദഗതികൾ വെച്ച് പറ്റുമെങ്കിലും SFIയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൽ പ്രസക്തമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യത്തിൽ അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സും അത്തരത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അതായത് സെൻട്രലിന് കിട്ടിയിരിക്കുന്ന ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഏജൻസി ഉപയോഗിച്ചുള്ള അന്വേഷണം ആ നിലയ്ക്ക് നടക്കുന്നു. പക്ഷേ PC ആക്ട് പ്രകാരം, അഴിമതി നിരോധന നിയമപ്രകാരം അത്തരത്തിലുള്ളൊരു എൻക്വയറിക്ക് ഇപ്പോൾ ഇത്തരത്തിൽ എൻക്വയറിക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. അല്ല ഇനി കോടതിക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് അന്വേഷണം നടത്താൻ ഉത്തരവിടണമെങ്കിൽ അതിന് ഉപോത്ഫലകമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തണം. അത്തരം തെളിവുകൾ ഇവിടെ ഹർജിക്കാർക്ക് കഴിഞ്ഞ ഈ പിണറായി വിജയന്റെ 2 സർക്കാർ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടം രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരുപാട് സ്പ്രിംഗ്ലർ അഴിമതി തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരുപാട് അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കുറെ കണ്ടെത്തലുകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വലിയ രീതിയിൽ കൊണ്ടുവരുന്നു. പക്ഷേ അതൊന്നും എവിടെയും എത്താതെ പോകും നമ്മൾ കണ്ടു. സ്വർണ്ണക്കടത്ത് കേസിലും പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഒപ്പം അതിനുശേഷം വന്നത് 2ാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം വന്ന ഏറ്റവും വലിയ ഒരു ആരോപണമായിരുന്നു ഈ മാസപ്പടി എന്നതിൽ സംശയമില്ല. അതും നമ്മൾ ഇന്ന് ആളുകളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള വലിയ രീതിയിൽ കൊണ്ടുവരുന്നു. പിന്നീട് ഒന്നും അല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ പടക്കം നിറഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ അതുപോലെ ആയി പോകുന്നുണ്ടോ പ്രതിപക്ഷത്തിന്? പ്രതിപക്ഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ആരോപണങ്ങളും മുൻപ് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില ഘട്ടങ്ങളിലെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ബ്രൂവറി ആരോപണം. അത് ഓർമ്മയുണ്ടാകും. അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ വിജിലൻസ് എൻക്വയറിയാണ്, അതായത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വിജിലൻസ് എൻക്വയറി വേണമെന്നതായിരുന്നു ഇതിൽ ആവശ്യം. ആ വിജിലൻസ് എൻക്വയറി സർക്കാരിന് കീഴിൽ തന്നെയുള്ള വിജിലൻസ് ആണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള എൻക്വയറിക്ക് പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. അത് മാത്രമല്ല ഇനി കോടതിക്ക് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ തെളിവുകൾ കൂടുതലായി ഈ ഹർജിക്കാർ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ വന്ന പശ്ചാത്തലത്തിലാണ് ഈ ഹർജി തള്ളപ്പെടുന്ന നില ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ തങ്ങൾ മുന്നോട്ട് വെച്ച വാദഗതികൾ അതാണ് ശരി, അല്ലെങ്കിൽ അതാണ് വിജയിച്ചിരിക്കുന്നത്, മറ്റ് വാദഗതികളെല്ലാം പൊള്ളയാണെന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയപരമായി നിലവിലെ സാഹചര്യത്തിൽ കോടതി ഉത്തരവ് കൂടി അതിന്റെ ശരി. എസ് രാഗിനാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളത്തിൽ തന്നെ നമുക്ക് ഈ വാർത്തയെ വായിച്ചെടുക്കാം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് മാസപ്പടി വാങ്ങി, അല്ലെങ്കിൽ വീണ വിജയൻ ഈ തരത്തിൽ 1,72,00,000 രൂപ എന്തിന് വീണ വിജയന്റെ എക്സാലോജിക്കിന് നൽകി, അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടനും ഒപ്പം തന്നെ കളമശ്ശേരി സ്വദേശിയായിട്ടുള്ള ഗിരീഷും നൽകിയിട്ടുള്ള ഹർജികളാണ് ഇപ്പോൾ ഹൈക്കോടതിയും തള്ളിയിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയുടെയും കണ്ടെത്തൽ.